ഞങ്ങള് ചെയ്യണ്ടേ, നമ്മള് കോഴിനെ പൊരിന്ത വെക്കാൻ പോവാ. അന്ന് പറഞ്ഞാ എന്നിട്ടൊന്ന് മനസ്സിലായ എന്നിട്ട് കുഞ്ഞുണ്ടാവാൻ വേണ്ടി. അതന്നെ, കോഴിക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടി കോഴി അമ്മേനെ നമ്മൾ ഇതില് വെക്കും. അപ്പൊ കുഞ്ഞുണ്ടാവണത് എന്തിനാ? കുഞ്ഞെങ്ങനെ ഉണ്ടാവണേ? ഏതിന്ന് കുഞ്ഞുണ്ടാവണേ? അഞ്ഞൂടെ വയറ്റീന്നല്ല കുഞ്ഞുണ്ടാവണേ. കോഴി അതിന് ഡോക്ടർ വലിച്ചെടുത്ത അജിനിയുടെ കുഞ്ഞാവേനെ ഡോക്ടർ വലിച്ചെടുത്ത വയറ്റീന്ന്. അത് മനുഷ്യന്റെ കുഞ്ഞ് വയറ്റീന്ന് വരും. കോഴിയുടെ കുഞ്ഞ് മുട്ടയുടെ ഉള്ളിൽ നിന്ന് വരും. നീ എല്ലാ ദിവസവും മുട്ട തിന്നണില്ലേ? മുട്ട തിന്നലുണ്ട്? നിനക്ക് മുട്ട നല്ല ഇഷ്ടാണ്? പാല് മുട്ട ഇഷ്ടാണ്? അപ്പൊ മുട്ട ഇഷ്ടാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഉള്ളിൽ നിന്നാണ് കുഞ്ഞ് വരിക. എല്ലാ ദിവസവും മുട്ട തിന്നാല് കുഞ്ഞുണ്ടാവില്ല. അപ്പൊ കുറച്ച് കോഴിയുടെ മുട്ടേനെ നമുക്ക് കുഞ്ഞുണ്ടാക്കാം. അപ്പൊ ഇനി 5 ദിവസത്തേക്ക് അമലു ബേബിക്ക് മുട്ടയില്ല. മതിയാ? മുട്ട വേണം 5 ദിവസത്തേക്ക്. ആ മുട്ട നമുക്ക് കൊത്തിക്കാൻ വെക്കാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മള് കൊത്തിക്കാൻ വെക്കാൻ പോവുക കുഞ്ഞിനെ. ഇതിന്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞ് വിരിഞ്ഞ് വരും. പ്രാർത്ഥിച്ച് ഓരോന്ന് എടുത്ത് തന്നെ ഷൈനി. നോക്ക്, ഇങ്ങനെ കുരിശ് വരയ്ക്കാണ്. നമ്മള് തമ്പാച്ചനോട് പറയും, തമ്പാച്ച ഈ കുഞ്ഞിന്, ഈ മുട്ടേന്ന് ഒരു നല്ല കുഞ്ഞിനെ തരണേന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, ഈശോ ആണ് ഇതിന്റെ ഉള്ളില് ജീവൻ വെക്കണേ. ആ ജീവനുള്ള കുഞ്ഞിങ്ങനെ വിരിഞ്ഞു വരണം കോഴിക്കുഞ്ഞായിട്ട്. ഇതിന്റെ ഉള്ളില് കോഴിയുണ്ട്. കൊച്ചിനറിയോ? കുഞ്ഞു കോഴി, നല്ല തുഞ്ഞു കോഴിയുണ്ട്. ഇതുപോലത്തെ കുഞ്ഞു വിരല് പോലത്തെ കുഞ്ഞു കോഴിയുണ്ട്. ഇത് വെക്കട്ടെ? കൊച്ചു വെച്ച് സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് വെച്ച് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട്. ഇനി അടുത്തത്, ഇനി ഈ മുട്ട വലിയ മുട്ടയാ. അപ്പൊ ഇതിന് വലിയ കോഴി ഉണ്ടാവും. ഗിരിരാജന്റെ കോഴിയുടെ മുട്ടയാ. ഇതിനൊരു വലിയ കോഴി കുഞ്ഞ് വരും. അപ്പൊ നമുക്ക് കൊറേ മുട്ട കിട്ടും. വെക്ക്, പ്രാർത്ഥിച്ചു വെക്ക്. ഈശോയെ ഈശോയെ പറഞ്ഞേ. ഈശോയെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പറ്റില്ല, തരില്ല. ഈശോയെ ഈശോന്റെ ബർത്ത്ഡേ അല്ലടി, ഈശോന്റെ ഉയർപ്പാണ് ഈസ്റ്ററിന്റെ അന്ന്. അപ്പൊ അന്നേക്ക് കോഴി വിരിയും. ഇത് വെക്ക്, പ്രാർത്ഥിച്ചിട്ട് ഈശോയെ ഇതിന് നല്ല കുഞ്ഞുവാവേനെ തരണേന്ന് പറയും. പ്രാർത്ഥിക്ക്. ഈശോയെ കോഴിയുടെ കുഞ്ഞുവാവേനെ തരണേന്ന് പറയും. മറ്റേ കുഞ്ഞു കോഴിയില്ല, ഇത് അവിടെയുള്ള കോഴികളൊക്കെ വലിയ കോഴിയല്ലേ. ആ വലിയ കോഴിന്ന് കുഞ്ഞു കോഴി വരും. കോഴിന്നല്ല വരണമെങ്കിൽ മുട്ടേന്ന് വരും. ഇതിന്റെ മേലെ കോഴിയമ്മ കയറിയിരിക്കും. എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ മുട്ട പൊട്ടിച്ച് വിരിഞ്ഞു വരും കുഞ്ഞു കോഴി. അത് വലുതായി കഴിയുമ്പോൾ വീണ്ടും മുട്ടയിടും. എന്നാ വെച്ചോ, പ്രാർത്ഥിച്ചു. ഈശോയെ പറഞ്ഞിട്ട് വെക്കുക. ഈശോയെ ഇതിന്ന് നല്ല കുഞ്ഞു കോഴിനെ തരണേ. ഈശോയെ ഈശോയെ. പള്ളിയിലല്ല, ഇവിടെ ഉണ്ട് ഈശോ. ഈ കോഴിയുടെ ഉള്ളിലുണ്ട്. പള്ളിയിലുണ്ട്, പുറത്തുണ്ട്, അകത്തുണ്ട്, ഉള്ളിലുണ്ട്. എവിടെ ആരുണ്ട്? കർത്താവ്. വെക്കും. ഷൈനി ചേച്ചി കോഴിനെ നോക്കാൻ തുടങ്ങിയിട്ട് ഷൈനി ചേച്ചിക്ക് ഒരേ വാശി, കോഴിനെ വെക്കണം. അതെ, നമുക്കൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് ഇപ്പൊ ഞങ്ങളുടെ അമലു ബേബിക്ക് 3.5 വയസ്സുള്ള പ്രായം. ഒരുപാട് സംശയങ്ങളാണ് കുഞ്ഞിന്, ഒത്തിരി സംശയങ്ങളാണ്. ഈ സംശയങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ളപ്പോൾ സാധാരണ പാരൻസ് ഒക്കെ എന്താ ചെയ്യുക? ഒന്ന് വേണ്ടി രീതിയിൽ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തല്ലി തകർക്കും.
ചില പേരൻസിന് വളരെ വിവേകപൂർവ്വം അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ബുദ്ധിപരമായിട്ട് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഇത് വേണ്ടത് പൊട്ടമൊട്ടേരി പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കുഞ്ഞുങ്ങൾ ഈ ജീവിത സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് അവരെ മണ്ണിലിറങ്ങാണ്ട് കാട്ടിലിറങ്ങാണ്ട് അവരെ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ. പക്ഷെ അവരെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവരെ നമ്മൾ അനുവദിക്കണം. ഇപ്പൊ ഈ കുഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു. കുഞ്ഞിന്റെ ഉള്ളി കോഴിമുട്ടയുടെ ഉള്ളിൽ നിന്നാണ് കുഞ്ഞ് വരണേന്ന് പഠിച്ചു. 2, 4, 6, 8, 10 അങ്ങനെ. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ ഇതിങ്ങനെ അനുവദിച്ചപ്പോൾ അവൾ അത്രയും അവരുടെ നോളജ് കൂടി, അറിവ് കൂടി. അതിൽ നിന്ന് അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ ഇടയിൽ അവൾക്ക് മനസ്സിലായി ഈശോ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി. ജീവൻ കൊടുക്കണത് ഈശോ എന്ന് മനസ്സിലായി. ഇതൊക്കെ അവളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഈശോ പള്ളിയിൽ മാത്രമല്ല പുറത്തും ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞിനെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒറ്റ അനുഭവം മതി. നിനക്ക് വെക്കണമെങ്കിൽ നീ വെച്ചോ.